എല്ലാവർക്കും നമസ്കാരം. കേരള ചാപ്റ്റർ IAPSൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം നമ്മുടേത് അംബിലിക്കൽ ഹെർണിയ, അതായത് പൊക്കിളിൽ കാണുന്ന ഹെർണിയയെക്കുറിച്ചാണ്. സാധാരണ രീതിയിൽ നവജാത ശിശുക്കളിലാണ് ഈ ഒംബിലിക്കൽ ഹെർണിയ കൂടുതലായിട്ട് കാണാറുള്ളത്. പ്രത്യേകിച്ച് ഭാരക്കുറവുള്ളതോ അല്ലെങ്കിൽ മാസം തികയാതെ പ്രസവിച്ച കുട്ടികൾക്കുമാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. എങ്ങനെ അംബിലിക്കൽ ഹെർണിയ വരുന്നു എന്നുള്ളത് നോക്കാം. പ്രഗ്നൻസി സമയത്ത് സാധാരണ കുട്ടികളിൽ അംബിലിക്കസിൻ്റെ ഭാഗത്തിലൂടെയാണ് നമുക്ക് രക്തക്കൊള്ളുകൾ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കുള്ള രക്തക്കൊള്ളുകൾ പോകുന്നതും കുഞ്ഞിൽ നിന്നുള്ള അശുദ്ധരക്തം പുറത്തേക്ക് അമ്മയിലേക്ക് പോകുന്നതും പൊക്കിലൂടെയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ജനനശേഷം ഈ പൊക്കിൽ കൊടി സ്വാഭാവികമായിട്ടും അടയുകയും പൂർണ്ണമായും ആ ദ്വാരം ഇല്ലാതാവുകയും ചെയ്യും. അതിൽ സ്കിന്ന് പുറമേ കവർ ചെയ്യുകയും അകത്തുള്ള ഭാഗത്ത് അബ്ഡോമനിലുള്ള മസിൽസ്, അതായത് വയറ്റിൻ്റെ ഭാഗത്തുള്ള മസിൽസ് ആ ദ്വാരത്തെ പൂർണ്ണമായി അടയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചില കുട്ടികളിൽ ഈ ദ്വാരം പൂർണ്ണമായും അടയാതെ വരും. ഈ അടയാതെ വരുന്ന ദ്വാരമുള്ള ഈ ഭാഗത്ത് അബ്ഡോമനിലുള്ള കണ്ടന്റ്, അതായത് വയറ്റിനകത്തുള്ള കണ്ടന്റ് അതിലൂടെ പുറത്തേക്ക് വരും. സാധാരണ രീതിയിൽ ബവലാണ് പുറത്തേക്ക് വരുന്നത്, അതായത് കുടലാണ് പുറത്തേക്ക് വരുന്നത്. ഇത് പുറത്തേക്ക് തള്ളി വരുന്നതായിട്ട് നമ്മൾ കാണാം. അപ്പോൾ എങ്ങനെ ഇത് കാണുമെന്ന് ചോദിച്ചാൽ, അംബിലിക്കസിൽ നോക്കുമ്പോൾ ഒരു തടിപ്പായിട്ട് കാണാം. ഈ തടിപ്പ് കുട്ടി കരയുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഈ തടിപ്പ് വീർത്ത് വരുന്നതായിട്ട് കാണാം. എന്നാൽ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്യാത്ത സമയത്തോ അത് ചുരുങ്ങിയിരിക്കുന്നതായിട്ട് കാണാം. ശരിക്കും അംബിലിക്കൽ ഹെർണിയ തുടക്കത്തിൽ കാണുമ്പോൾ പേടിക്കേണ്ടതില്ല. കാരണം മറ്റു ഹെർണിയകളിൽ നിന്നും അംബിലിക്കൽ ഹെർണിയ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് സാധാരണ രീതിയിൽ ഈ അംബിലിക്കൽ ഹെർണിയ കുട്ടി വളരുന്നതനുസരിച്ച് അബ്ഡോമനിലെ മസിൽസ് വികസിച്ച് വരികയും ഇത് പൂർണ്ണമായി അടഞ്ഞു പോവുകയുമാണ് സാധാരണ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഒരു ഓപ്പറേഷൻ ഇതിനാവശ്യമില്ല. എന്നാൽ നമുക്ക് എത്ര നാൾ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് 2 വയസ്സ് വരെ കുട്ടികളെ, ഈ അംബിലിക്കൽ ഹെർണിയ ഉള്ള കുട്ടികളെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എന്നാൽ 2 വയസ്സിന് ശേഷവും ഇതിൽ ചുരുക്കത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പീഡിയാട്രിക് സർജനെ കാണുകയും ഓപ്പറേഷനെ പറ്റി ആലോചിക്കുകയും വേണം. അംബിലിക്കൽ ഹെർണിയ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ആ ദ്വാരം നമുക്ക് പാൽപ്പേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. സംശയമുള്ള ചില കണ്ടീഷനുകളിൽ, അതായത് തീരെ ചെറിയ സ്വെല്ലിംഗ് ആണ് അവിടെ കാണുന്നതെങ്കിൽ നമുക്കൊരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കാവുന്നതാണ്. സാധാരണയായി ഡൗൺ സിൻഡ്രോം, ട്രൈസോമി 18, ട്രൈസോമി 13 പോലുള്ള അസുഖങ്ങളും കഞ്ചനിറ്റൽ ഹൈപ്പോതൈറോയിഡിസത്തിലും ഈ അംബിലിക്കൽ ഹെർണിയ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് കുട്ടിക്ക് തൈറോയിഡ് ടെസ്റ്റ് നിർബന്ധമായും ചെയ്തിരിക്കണം. 2 വയസ്സിന് മുകളിലും ഇത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 2 വയസ്സ് കഴിഞ്ഞിട്ടും ഈ അംബിലിക്കൽ ഹെർണിയയിൽ തടസ്സമൊന്നും കാണുന്നില്ലെങ്കിൽ ഓപ്പറേഷൻ വേണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ 2 വയസ്സിന് ശേഷം ഇത് ചുരുങ്ങുന്ന ലക്ഷണം കാണുന്നു, എന്നാൽ പൂർണ്ണമായി ചുരുങ്ങിയില്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ 4 മുതൽ 5 വയസ്സ് വരെയും കൂടി നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ചുരുക്ക ലക്ഷണം കാണുന്നില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പ്രധാനമായും പേടിക്കേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ഡേഞ്ചർ സയൻസിനെ പറ്റി അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതായത് ഈ അംബിലിക്കൽ ഹെർണിയ, അതായത് ഈ ഹെർണിയയുടെ ഭാഗത്തുള്ള തടിപ്പ് അത് പെട്ടെന്ന് കല്ലപ്പ് പോലെ ആവുകയോ അല്ലെങ്കിൽ അവിടെ തൊടുമ്പോൾ ശക്തമായിട്ട് വേദന ഉണ്ടാവുക, ആ ഭാഗത്ത് ചുവന്ന് തടിക്കുക, അതല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഛർദി വരിക, വയറ് വീർത്ത് വരിക, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കുട്ടി അസഹനീയമായി വേദന വന്ന് കരയുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ളിൽ കുടലിന് തടസ്സം വരികയോ ഒരു എമർജൻസി സിറ്റുവേഷനിലേക്ക് പോകുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അടിയന്തരമായി ഒരു പീഡിയാട്രിക് സർജനെ നിർബന്ധമായും കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഇനി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഉള്ള എല്ലാ ഓപ്പറേഷൻ്റെ റിസ്കുകളും മാത്രമേ ഇതിന് തന്നെയുള്ളൂ. അനസ്തീഷ്യയിലായിരിക്കും കുട്ടികൾക്ക് സാധാരണ ഓപ്പറേഷൻ ചെയ്യുക. അംബിലിക്കസിൻ്റെ താഴെ ചെറിയൊരു മുറിവിലൂടെ ഈ ഹെർണിയ സാക്കിനെ നമുക്ക് പൂർണ്ണമായും നീക്കം ചെയ്യുകയും അതിനുശേഷം ആ ദ്വാരം അടയ്ക്കുക എന്നുള്ളതാണ് ഓപ്പറേഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. ചെറിയ കുട്ടികളിൽ സാധാരണ രീതിയിൽ നമ്മൾ മെഷ് പോലുള്ള കാര്യങ്ങൾ വയ്ക്കാറില്ല. ദ്വാരം ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ദ്വാരത്തെ നമ്മൾ തുന്നലിലൂടെ അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ അംബിലിക്കോപ്ലാസ്റ്റി കൂടെ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യും. അതായത് അംബിലിക്കസിന് സാധാരണ രീതിയിലുള്ള ലുക്ക് കിട്ടുന്നതിന് വേണ്ടി അംബിലിക്കോപ്ലാസ്റ്റി കൂടി ഇതിൻ്റെ ഭാഗമായി ചെയ്യും. മുറിവിൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും വരുന്നു അല്ലെങ്കിൽ ഹെമറ്റോം എന്തെങ്കിലും ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമാണ് ഓപ്പറേഷന് ശേഷം പേടിക്കേണ്ട ഒരു സാഹചര്യമുള്ളത്. വളരെ റെയറായി കുട്ടികളിൽ ഓപ്പറേഷൻ ശേഷം റിക്കറൻസ് കാണാറുണ്ട്. അതായത് ചിലപ്പോൾ വീണ്ടും ഹെർണിയ വന്നേക്കും, അതിന് വീണ്ടും ഒരു ഓപ്പറേഷനിലേക്ക് ചിലപ്പോൾ ചില കുട്ടികൾക്ക് വേണ്ടി വന്നേക്കാം. മറ്റു സംശയങ്ങൾ ഈ വിഷയത്തെക്കുറിച്ചുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.